വിസ റിജക്ഷൻസ് വരാനുള്ള മെയിൻ കാരണങ്ങൾ മെയിനായിട്ട് റിജക്ഷൻ കേട്ടിട്ടുണ്ടാവുക പോളണ്ട് പോലെ രാജ്യങ്ങളിൽ, മോൾട്ട, ഫ്രാൻസ് എല്ലാം ഷെങ്കൻ ആപ്ലിക്കേഷനാണ് വരുന്നത്. ഷെങ്കൻ വിസ പ്രോസസ് എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ കുറച്ച് കൂടുതലാണ്. നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷെങ്കനിലെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഈവൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും, വിസ ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് റിജക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ വെക്കുന്ന സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ്, പ്രത്യേകിച്ച് നമ്മളെ ഫിനാൻഷ്യൽ സൈഡ്, അവർക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഫിനാൻഷ്യലി ഫിറ്റ്, നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടുള്ള സർവൈവ് ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമ്മളിൽ ഇത്ര കാശ് നിർബന്ധമായിട്ട് വേണം എന്നുള്ള. നാളെ വെക്കുന്ന ഒരാൾ ഒരാഴ്ച മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു, പെട്ടെന്ന് ഒരു 1000-2000 രൂപ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു അക്കൗണ്ടിൽ കൊണ്ടിട്ട് ഒരു 12 ലക്ഷം രൂപ കൊണ്ടുവിട്ടാൽ അത് കോമൺ സെൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥന് അറിയാൻ പറ്റും ഇറ്റ്സ് ഫാബ്രിക്കേറ്റഡ്. ഇത് ഫോർ ദ ടൈം പേയിങ് ആൾ കീപ്പ് ചെയ്തിട്ടുള്ള മണിയാണ്, നാളെ ആൾ എടുത്തേക്കാം. അപ്പോൾ ഇതൊരു വിസ അടിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഫണ്ടിങ് ആണെന്ന് മനസ്സിലാവും. യൂഷ്വലി അതൊരു റിജക്ഷനുള്ള റീസൺ ആയില്ലേ. അതുകൊണ്ടാണ് ഒരു 6 മന്ത് ബാക്ക് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഇടാന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്, സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് പ്രോപ്പറായിട്ട് വെക്കണം. അതുപോലെ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ചിലപ്പോൾ കാണിക്കേണ്ടി ഒരു പോളണ്ട് പോലെ രാജ്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഫിനാൻഷ്യൽ സൈഡ് കാര്യമായിട്ട് നോക്കും. ഫിനാൻഷ്യൽ റീഡിനെസ് കറക്റ്റായിട്ട് നോക്കും. ഇന്റർവ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞത് വേറെ പിന്നെ വെച്ചത് വേറെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. വിസ ഇന്റർവ്യൂ ചോദിക്കുന്നത് നിങ്ങളുടെ ബാങ്ക് ഏതാണ്, നിങ്ങളുടെ സ്പോൺസർ ആരാണ്, നിങ്ങൾ സെൽഫ് സ്പോൺസർ ആണോ അതോ പുറത്തുനിന്ന് നിങ്ങളുടെ പാരന്റ് ആണോ സ്പോൺസർ എന്നൊക്കെ ചോദിക്കും. അവിടെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എറർ വന്നു കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്പൻസി വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിജക്റ്റഡ്. ഇന്റർവ്യൂവിൽ നിങ്ങൾ അവിടുത്തെ വെതർ എങ്ങനെയാണ്, ഇപ്പോൾ ക്ലൈമറ്റ് എങ്ങനെയാണ്. അപ്പോൾ നല്ല വിന്റർ സമയത്ത് നമ്മൾ സമ്മറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിജക്ഷൻ ആവുള്ള കാരണം ഇതൊന്നും അറിയാണ്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത്. ഒരു ഫീസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അറിയാതെ പിള്ളേരുണ്ടാവും. ഇത് കംപ്ലീറ്റ് ഏജൻസിനെ ഏൽപ്പിച്ചാലും ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റി വല്ല വേർഡായിരിക്കണം. ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3000 യൂറോ ഉള്ള ഫീസ് ഉള്ള ഒരു കോഴ്സിനോട് കുട്ടിനോട് ചോദിക്കണം, നിങ്ങളുടെ ഫീസ് എത്ര, 5000 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫീസ് പോലും അറിയാണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത്തരം ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. നേരത്തെ പറഞ്ഞാൽ വെതർ എന്താണെന്ന് ചോദിച്ചേക്കാം. നിങ്ങൾ ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അതായത് സ്റ്റഡീസിന് വന്നാൽ നിങ്ങൾ തിരിച്ചു പോവോ അതോ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ, ഇവിടെ സെറ്റിൽ ആവോ? ഇല്ല, ഞാൻ വൺ പ്ലാനിങ് ആയിട്ടാണ് വരുന്നത്, ഞാൻ അവിടെ ഫാമിലിയായിട്ട് സെറ്റാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോട്ട് ചെയ്യും, ഇറ്റ്സ് റെക്കോർഡഡ്. അത് റിജക്ഷൻ ആവാനുള്ള റീസണാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ആൾ പഠിക്കാൻ പോയി തിരിച്ചു വരും എന്ന് വ്യക്തമായിട്ട് തന്നെ തലങ്ങനും വിലങ്ങനെ അവർ ചോദിക്കും. നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല.